ഹായ് ഓൾ, നമുക്ക് മൊഡ്യൂൾ 6ലേക്ക് പോവാം. ഇതാണ് മൊഡ്യൂൾ 6ൻ്റെ സിലബസ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് കോളംസിൻ്റെ ടോപ്പിക്കാണ്. ഓക്കെ, കോളം. അപ്പോൾ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്രഷൻ മെമ്പറാണ്. ഓക്കെ, കോളത്തിൽ വരുന്ന സ്ട്രെസ് കംപ്രസീവ് സ്ട്രെസ്സാണ്. ഓക്കെ, ഡോമിനൻ്റ് ആയിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ സ്ലാബ് ചെയ്തു, ബീംസ് ചെയ്തു അല്ലേ, അതൊക്കെ ഫ്ലെക്ചറൽ മെമ്പേഴ്സാണ്. അതിൽ ഡോമിനൻ്റ് ബെൻഡിങ് ആണ്. ഓക്കെ, ഇവിടെ ഡോമിനൻ്റ് കംപ്രഷനാണ്, കംപ്രസീവ് സ്ട്രെസ്സാണ് ഇതിൽ ഡോമിനൻ്റ് ആയിട്ടുണ്ടാവുക. ബീംസിലും സ്ലാബ്സിലൊക്കെ ഫ്ലെക്ചറൽ സ്ട്രെസ് അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെസ്സാണ് ഡോമിനൻ്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ കോളം എന്ന് പറയുന്ന ഒരു കംപ്രഷൻ മെമ്പറാണ്. കോളം ഈസ് ഡിഫൈൻഡ് ആസ് എ വെർട്ടിക്കൽ കംപ്രഷൻ മെമ്പർ വിച്ച് ഈസ് മെയിൻലി സബ്ജക്റ്റഡ് ടു ആക്സിയൽ ലോഡ്സ് ആൻഡ് ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് വിച്ച് എക്സീഡ്സ് 3 times ഇറ്റ്സ് ലാറ്റർ ഡയമെൻഷൻ. അപ്പം കോളം എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കലായിട്ടുള്ള കംപ്രഷൻ മെമ്പേഴ്സാണ് വിച്ച് ഈസ് മെയിൻലി സബ്ജക്റ്റഡ് ടു ആക്സിയൽ ലോഡ്സ്. അപ്പം മെയിനായിട്ട് കോളത്തിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത് ആക്സിയൽ ലോഡാണ്. ഓക്കെ, കോളത്തിൻ്റെ ആക്സിസിലൂടെയാണ് ലോഡ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് വിച്ച് എക്സീഡ്സ് 3 times ഇസ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. അപ്പം എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്, കോളത്തിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കോളത്തിൻ്റെ ക്രോസ് സെക്ഷൻ, ഓക്കെ, അത് B/D എന്ന് എടുത്തോളൂ. ഓക്കെ, D എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൈഡ്, അതുപോലെ B എന്ന് പറയുന്ന കോളത്തിൻ്റെ അനദർ സൈഡ് ആണെങ്കിൽ, ഓക്കെ, അതായത് ക്രോസ് സെക്ഷൻ, റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആകുമ്പോൾ അതിൻ്റെ ബിയും ഡിയും ആണ് തന്നിട്ടുള്ളതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അതിലേതാണോ ചെറുത്, ഇപ്പം നമ്മൾ നോർമലി ഡി വലുതും ബി ചെറുതും എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പം ബി എന്ന് പറയുന്ന വാല്യൂ, ഓക്കെ, ചെറിയ വാല്യൂ, ആ ചെറിയ വാല്യൂ അതുപോലെ തന്നെ അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത്, ആ കോളത്തിൻ്റെ ബെൻഡിങ്ങിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്, അത് എഫക്റ്റീവ് ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് എടുക്കാം. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് ഡിവൈഡഡ് ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയുന്ന ബി. ഓക്കെ, എൽ എഫക്റ്റീവ് ബൈ ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കും. ഓക്കെ, അതായത് അതിൻ്റെ ചെറിയ ഡയമെൻഷൻ, ആ കോളന്ന് നമുക്കിപ്പോൾ ഒരു വെർട്ടിക്കലായിട്ടുള്ള ഒരു മെമ്പറിനെ കോളം എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കംപ്രഷൻ വരുന്ന വെർട്ടിക്കലായിട്ടുള്ള മെമ്പറിനെ നമുക്ക് കോളം എന്ന് പറയണമെങ്കിൽ ആ കോളത്തിൻ്റെ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, അതായത് ക്രോസ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ്റെ 3 times അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് കൂടുതൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ്റെ 3 times കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കോളം എന്ന് പറയാൻ പറ്റില്ല. അപ്പം ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ്റെ 3 times കൂടുതൽ വരുന്നതിനെ നമുക്ക് കോളം എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, കോളം ഈസ് ഡിഫൈൻഡ് ആസ് എ വെർട്ടിക്കൽ കംപ്രഷൻ മെമ്പർ വിച്ച് ഈസ് മെയിൻലി സബ്ജക്റ്റഡ് ടു ആക്സിയൽ ലോഡ്സ്, okay, and the effective length of which exceeds 3 times its least lateral dimension. Okay, these are used to transfer the load of superstructure to the foundation safely. അപ്പം കോളത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന ലോഡ്, അതായത് സ്ലാബ്സിലും ബീംസിലൊക്കെ വരുന്ന ലോഡിനെ ഫൗണ്ടേഷനിലേക്ക് പ്രോപ്പറായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്, സേഫായിട്ട് ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് കോളത്തിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, അതർ കംപ്രഷൻ മെമ്പേഴ്സ്. അപ്പോൾ കോളം കൂടാതെ വേറെ എന്തൊക്കെ കംപ്രഷൻ മെമ്പേഴ്സാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ടുള്ള അപ്പോൾ ഒന്ന് സ്ട്രട്ടാണ്. ഓക്കെ, ദ കംപ്രഷൻ മെമ്പർ വിച്ച് ഈസ് ഇൻക്ലൈൻഡ് ഓവർ ഹൊറിസോണ്ടൽ ആൻഡ് ഈസ് സബ്ജക്റ്റഡ് ടു ആക്സിയൽ ലോഡ്സ് ഈസ് കോൾഡ് ആസ് സ്ട്രട്ട്. സ്ട്രട്ട്സ് ആർ യൂസ്ഡ് ഇൻ ട്രസ്സസ്. അപ്പോൾ നോർമലി ട്രസ്സസിൻ്റെ കേസിലാണ് സ്ട്രട്ട് യൂസ് ആവുക. ഓക്കെ, സ്ട്രട്ട് വരുന്നത് ട്രസ്സിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രസ് അനാലിസിസ് ഒക്കെ നമ്മൾ SA 1 പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രസ്സിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പറാണ്. ആ പർട്ടിക്കുലർ മെമ്പറിൽ കംപ്രഷൻ ആയിരിക്കും വരിക. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം, ഒരു ട്രസ്സ് കാണാം. ആ ട്രസ്സിൽ അവിടെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള 2 മെമ്പേഴ്സ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അവിടെ മാർക്ക് ചെയ്തിട്ടുള്ള കാണാം സ്ട്രട്ട് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും സ്ട്രട്ട് തന്നെയാണ്. അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പർ, ആ ഒരു പർട്ടിക്കുലർ മെമ്പറിൽ വരുന്ന ആ ട്രസ് മെമ്പറിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ട്രസ് മെമ്പറാണ്. ആ ഒരു പർട്ടിക്കുലർ മെമ്പറിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, ദ കംപ്രഷൻ മെമ്പർ വിച്ച് ഈസ് ഇൻക്ലൈൻഡ്, അപ്പോൾ ഇൻക്ലൈൻഡ് ആണ്. ഓക്കെ, ആൻഡ് ഈ ഇൻക്ലൈൻഡ് ഓവർ ഹൊറിസോണ്ടൽ ആൻഡ് ഈ സബ്ജക്റ്റഡ് ടു ആക്സിയൽ ലോഡ്സ്. അപ്പം ആക്സിയൽ ലോഡാണ് നോർമലി ട്രസ്സിലുള്ള എല്ലാ മെമ്പേഴ്സിലും വരിക. അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ട്രസ്സിലെ മെമ്പറാണ്, അതിൽ കംപ്രഷനാണ് വരിക. ഓക്കെ, ആൻഡ് ഈ സബ്ജക്റ്റഡ് ടു ആക്സിയൽ ലോഡ്സ് ഈസ് കോൾഡ് ആസ് സ്ട്രട്ട്. സ്ട്രട്ട്സ് ആർ യൂസ്ഡ് ഇൻ ട്രസ്സസ്.
പെഡസ്റ്റൽ അടുത്ത ടൈപ്പാണ് പെഡസ്റ്റൽ. ഇത് കോളത്തിന് സിമിലർ ആണ്, എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ എൽ എഫക്റ്റീവ് ബൈ ബി എന്ന് പറയുന്ന റേഷ്യോ, അതായത് ലീസ്റ്റ് ലാറ്റർ എൽ എഫക്റ്റീവ് ലെങ്ത് ബൈ ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ എന്ന് പറയുന്ന റേഷ്യോ ലെസ് ദാൻ 3 ആയിരിക്കും. ഓക്കെ, ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിലാണ് നമ്മൾ കോളം എന്ന് പറയുക, എന്നാൽ ഇത് ലെസ് ദാൻ 3 ആയിരിക്കും. പെഡസ്റ്റൽ ദ കംപ്രഷൻ മെമ്പർ ഹൂസ് എഫക്റ്റീവ് ലെങ്ത് ഈസ് ലെസ് ദാൻ 3 times ഇറ്റ്സ് ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ ഈസ് കോൾഡ് ആസ് പെഡസ്റ്റൽ. ഓക്കെ, അപ്പോൾ പെഡസ്റ്റൽ മെയിനായിട്ട് കോളത്തിനെ സപ്പോർട്ട് ചെയ്യാനും, അതായത് കോളത്തിൻ്റെ അടിയിലായിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ചെറിയ ടൈപ്പ് കോളം പോലെയുള്ള സ്ട്രക്ചേഴ്സാണ്. അതിൻ്റെ ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ എഫക്റ്റീവ് ലെങ്ത് ബൈ ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 3 ആണ്. സ്റ്റീൽ കോളത്തിൻ്റെയൊക്കെ ബോട്ടത്തിൽ പെഡസ്റ്റൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം കോളത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് ഒരു സ്മോൾ കോളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പെഡസ്റ്റലിന്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് കോളംസ്. Columns are classified based on different criteria such as: first one, shapes of cross section; second one, material of cross section; third one, type of loading; fourth, slenderness ratio; 5, a type of lateral reinforcement. Okay, type of lateral reinforcement. അപ്പം കോളംസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ 5 ക്രൈറ്റീരിയ പ്രകാരമാണ് കോളം മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഷേപ്പിനനുസരിച്ച്, അതുപോലെ തന്നെ ഏത് മെറ്റീരിയലാണ് കോളം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതെന്നുള്ളതിനനുസരിച്ച്, അതുപോലെ ഏത് ടൈപ്പ് ലോഡിംഗ് ആണ്, ഏത് ടൈപ്പ് ലോഡിംഗ് ആണ് കോളത്തിൽ വരുന്നതെന്നനുസരിച്ച്, അതുപോലെ തന്നെ സ്ലെൻഡർനെസ് റേഷ്യോനെ ബേസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് കോളം നിങ്ങൾ MOSൽ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ടൈസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ബീമിൽ നമ്മൾ സ്റ്റിറപ്സ് എന്ന് പറയും, ഇവിടെ കോളത്തിൻ്റെ കേസിൽ നമ്മൾ ടൈസ് എന്നാണ് പറയുക, ലാറ്ററൽ ടൈസ് അല്ലെങ്കിൽ ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്നാണ് പറയുക. അപ്പോൾ ആ ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടും കോളത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഷേപ്പ് ഓഫ് ക്രോസ് സെക്ഷൻ. On the basis of shape of the cross section of the columns are square, rectangular, circular, etc. അതായത് ഇപ്പോൾ കോളത്തിൻ്റെ ഷേപ്പിനനുസരിച്ച്, ഇപ്പോൾ സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ ആ കോളത്തിന് സ്ക്വയർ കോളംസ് എന്ന് പറയും, റെക്റ്റാങ്കുലർ ആണെങ്കിൽ റെക്റ്റാങ്കുലർ കോളംസ്, സർക്കുലർ ആണെങ്കിൽ സർക്കുലർ കോളംസ്. അതായത് ഏത് ഷേപ്പിലാണോ ആ കോളം ഉണ്ടാക്കിയിരിക്കുന്നത് അതിനനുസരിച്ച്, ആ ഷേപ്പിനനുസരിച്ചിട്ട് അതിനെ ആ ഒരു പർട്ടിക്കുലർ കോളം എന്ന് പറയും. ഓക്കെ, സ്ക്വയർ കോളം, റെക്റ്റാങ്കുലർ കോളം, സർക്കുലർ കോളം എന്നൊക്കെ പറഞ്ഞ് അതിനെ ബേസ്ഡ് ഓൺ ഷേപ്പ് ഓഫ് ക്രോസ് സെക്ഷൻ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത്, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ. ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഫസ്റ്റ്, ടിമ്പർ കോളംസ്. ഓക്കെ, അപ്പം പേര് കേട്ടാൽ തന്നെ അറിയാം, വുഡൻ കോളംസ് ആണ് അല്ലേ, വുഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ടിമ്പർ വെച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള കോളംസ് ആണ്. ദേ ആർ ജനറലി യൂസ്ഡ് ഫോർ ലൈറ്റ് ലോഡ്സ്. അപ്പോൾ ടിമ്പർ കോളംസ് ലൈറ്റ് ആയിട്ടുള്ള ലോഡ്സിന്, ഹെവി ലോഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ ടിമ്പർ കോളംസ് പ്രൊവൈഡ് ചെയ്യാറില്ല. ദേ ആർ യൂസ്ഡ് ഇൻ സ്മോൾ ട്രസ്സസ് ആൻഡ് വുഡൻ ഹൗസസ്. ഓക്കെ, അപ്പം ചെറിയ ട്രസ് വർക്കുകൾക്കും അതുപോലെ തന്നെ വുഡൻ ആയിട്ടുള്ള ഹൗസസുകൾക്കൊക്കെ നമ്മൾ ടിമ്പർ കോളംസ് യൂസ് ചെയ്യാറുണ്ട്. ദേ ആർ ഓൾസോ കോൾഡ് ആസ് പോസ്റ്റ്. അപ്പോൾ ടിമ്പർ കോളത്തിന് പറയുന്ന വേറൊരു പേര് പോസ്റ്റ് എന്നാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്ന രണ്ടാമത്തെ ടൈപ്പ് മാസൺറി കോളംസ്. അപ്പം പേര് കേട്ടാൽ തന്നെ അറിയാം. അപ്പം ബ്രിക്ക് മാസൺറിയോ അല്ലെങ്കിൽ സ്റ്റോൺ മാസൺറിയോ, അല്ലെങ്കിൽ ആ കോളം യൂസ് ചെയ്തിരിക്കുന്നത് ബ്രിക്സോ അല്ലെങ്കിൽ സ്റ്റോണോ യൂസ് ചെയ്തിട്ടായിരിക്കും. ദീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ബ്രിക്സ് ഓർ സ്റ്റോൺസ് ആൻഡ് ആർ യൂസ്ഡ് ഫോർ ലൈറ്റ് ലോഡ്സ്. അപ്പം അധികം ഹെവി ആയിട്ടുള്ള ലോഡുകൾ നമുക്ക് മാസൺറി കോളംസ് വെച്ച് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ലോഡ്സുകളൊക്കെ നോർമലി നമ്മളെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ചെറിയ വീടുകളൊക്കെ ആണെങ്കിൽ, പഴയ വീടുകളിലൊക്കെ നോക്കിയാൽ അവിടെ ബ്രിക്ക് കോളംസ് അല്ലെങ്കിൽ സ്റ്റോൺ വെച്ചിട്ടുള്ള കോളംസാണ് അല്ലെങ്കിൽ മാസൺറി കോളംസാണ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം ബ്രിക്കും സ്റ്റോണും വെച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന കോളത്തിന് മാസൺറി കോളംസ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. ലൈറ്റ് ലോഡ്സേ അത് റെസിസ്റ്റ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് വൺ, RCC കോളംസ്, റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് കോളംസ്. ഓക്കെ, ആർ യൂസ്ഡ് ഫോർ മോസ്റ്റ്ലി ഓൾ ടൈപ്സ് ഓഫ് ബിൽഡിങ്സ് ആൻഡ് അതർ RCC സ്ട്രക്ചേഴ്സ് ലൈക്ക് ടാങ്ക്സ്, ബ്രിഡ്ജസ് എക്സെട്ര. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നതൊക്കെ RCC കോളംസ് ആണ്. അപ്പോൾ എല്ലാ തരം ബിൽഡിങ്സിലും, അതുപോലെ തന്നെ ഇപ്പം ടാങ്ക്സ് ആണെങ്കിലും ബ്രിഡ്ജസിലൊക്കെ ആണെങ്കിലും, വാട്ടർ ടാങ്കിൻ്റെ കേസിലും ബ്രിഡ്ജസിൻ്റെ കേസിലൊക്കെ നമ്മൾ RCC കോളംസ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ടൈപ്പ്, സ്റ്റീൽ കോളംസ്. സ്റ്റീൽ കോളംസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെവി ലോഡ്സ് വരുന്ന കേസിലാണ്. ഓക്കെ, ദേ ആർ യൂസ് ഫോർ ഹെവി ലോഡ്സ്. നെക്സ്റ്റ് വൺ, കോമ്പോസിറ്റ് കോളംസ്. കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഒന്നിലധികം മെറ്റീരിയൽ വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന കോളംസ് ആണ്.
ഓക്കെ, ഇവിടെ ദീസ് ആർ യൂസ്ഡ് ഫോർ ഹെവി ലോഡ്സ്. ദേ കൺസിസ്റ്റ് ഓഫ് സ്റ്റീൽ സെക്ഷൻസ് ലൈക്ക് ഐ ഓർ എച്ച് സെക്ഷൻ എംബഡഡ് ഇൻ RCC സെക്ഷൻ. അപ്പോൾ RCC അതായത് റീഇൻഫോഴ്സ് സിമെൻറ്റ് കോൺക്രീറ്റും അതുപോലെ തന്നെ സ്റ്റീൽ സെക്ഷനും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള കോളംസ് ആണ് കോമ്പോസിറ്റ് കോളംസ്. ഓക്കെ, അപ്പോൾ ഹെവി ലോഡ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമ്പോസിറ്റ് കോളംസ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഐ ഷേപ്പിലോ അല്ലെങ്കിൽ എച്ച് ഷേപ്പിലോ അല്ലെങ്കിൽ സർക്കുലർ ആയിട്ടോ ഉള്ള സ്റ്റീൽ സെക്ഷൻസ് കോൺക്രീറ്റിൻ്റെ അകത്ത് എംബഡ് ചെയ്തിട്ടുണ്ടാവും, അതായത് കോൺക്രീറ്റിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ വരുമ്പം അങ്ങനെ ചെയ്യുമ്പം ആ കോളത്തിൻ്റെ സ്ട്രെങ്ത്ത് കൂടുക ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം, ഇവിടെ ഈ ഒരു RCC സ്ട്രക്ചറിൻ്റെ അകത്ത് ഒരു ഐ ഷേപ്പിലുള്ള അല്ലെങ്കിൽ എച്ച് ഷേപ്പ് എന്ന് നമുക്കതിനെ പറയാം, ഒരു സ്റ്റീൽ സെക്ഷൻ ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റിൻ്റെ അകത്ത്. ഓക്കെ, അതേപോലെ ഇപ്പുറത്തെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റീൽ പൈപ്പാണ് കോൺക്രീറ്റിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോമ്പോസിറ്റ് ആയിട്ടുള്ള കോളത്തിന് ഹെവി ലോഡ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ മെറ്റീരിയലിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഒന്ന് ടിമ്പർ കോളംസ്. ഓക്കെ, രണ്ടാമത്തത് മേസണറി കോളംസ്. മേസണറി കോളംസ് എന്ന് പറയുമ്പോൾ സ്റ്റോണോ അല്ലെങ്കിൽ ബ്രിക്കോ വെച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള കോളം. ഓക്കെ, മൂന്നാമത്തത് RCC കോളംസ്. ഓക്കെ, നാലാമത്തത് സ്റ്റീൽ കോളംസ് ആൻഡ് അഞ്ചാമത്തത് കോമ്പോസിറ്റ് കോളംസ്. ഇതിൽ RCCയും സ്റ്റീലും കൂടി കമ്പൈൻഡ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന കോളംസ് ആണ്. നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ലോഡിങ്. അപ്പോൾ ഏത് ടൈപ്പ് ലോഡിംഗ് ആണ് കോളത്തിൽ വരുന്നതിനനുസരിച്ചിട്ട് കോളത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോളം ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ആക്സിലി ലോഡഡ് കോളംസ് ആൻഡ് എക്സെൻട്രിക്കലി ലോഡഡ് കോളംസ്. അപ്പം കോളത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ആക്സിലി ലോഡഡ് കോളം എന്നും അതുപോലെ തന്നെ എക്സെൻട്രിക്കലി ലോഡഡ് കോളംസ് എന്നുമാണ് ആ ടൈപ്പ് ഓഫ് ലോഡിങ്ങിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആക്സിലി ലോഡഡ് കോളംസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ദ കോളംസ് വിച്ച് ആർ സബ്ജക്റ്റഡ് ടു ലോഡ്സ് acting along the longitudinal axis or centroid of the column section are called as axially loaded columns. അതായത് കോളത്തിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിലൂടെ, ഓക്കെ, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡനൽ ആക്സിസിലൂടെ, സെൻട്രോയിഡിലൂടെ അല്ലെങ്കിൽ ആ ലോഞ്ചിറ്റ്യൂഡനൽ ആക്സിസിലൂടെ ആക്ട് ചെയ്യുന്ന ലോഡ്സ് വരുന്ന കോളത്തിനെയാണ് ആക്സിലി ലോഡഡ് കോളംസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ ക്രോസ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ലോഞ്ചിറ്റ്യൂഡനൽ ആക്സിസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ എക്സാക്ട്ലി അറ്റ് ദ സെൻറ്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആ ആക്സിസിലൂടെ, അതായത് ആ സെൻട്രോയിഡ് ആക്സിസിലൂടെ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡനൽ ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന ലോഡ് വരുന്ന കോളത്തിന് ആക്സിലി ലോഡഡ് കോളംസ് നമുക്ക് പറയാം. അപ്പം ഇത് കറക്റ്റ് ആ സെൻട്രോയിഡിൽ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. ആ കോളത്തിൽ നല്ല ഹെവി ലോഡ് വരുമ്പോൾ ആ കോളം കംപ്രസ്ഡ് ആയിട്ട് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉള്ളത്. അതായത് അവിടെ ഒരു ബെൻഡിങ് വരാൻ ചാൻസ് ഇല്ല. അതായത് ഇപ്പോൾ ഒരു നീളമുള്ള ഒരു കോളമാണെങ്കിൽ, ഓക്കെ, വെർട്ടിക്കലി പ്ലേസ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് എക്സാക്ട്ലി അറ്റ് ദ സെൻട്രോയിഡാണ് അതിൻ്റെ ലോഡ് വരുന്നതെങ്കിൽ, അതിലേക്ക് ലോഡ് വരുന്നതെങ്കിൽ അത് ബെൻഡ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് അല്ലേ. ഇപ്പോൾ ഒരു നീളം കൂടിയ ഒരു ഇതിലേക്ക് ആക്സിലി ഒരു ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. എന്നാൽ കുറച്ച് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ നീക്കിയിട്ട് നമ്മൾ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് വളയാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ കോളത്തിലും ആക്സിസിലൂടെ എക്സാക്ട്ലി അറ്റ് ദ ആക്സിസ് അല്ലെങ്കിൽ സെൻട്രോയിഡിലൂടെ ലോഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അപ്പം ഡയറക്റ്റ് കംപ്രഷൻ മുഖേന ഫെയിൽ ആവാനുള്ള ചാൻസാണ് അവിടെ കൂടുതലുണ്ടാവുക. ദീസ് ആർ സബ്ജക്റ്റഡ് ടു ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് ഓൺലി ആൻഡ് നോ ബെൻഡിങ് സ്ട്രെസ് ഡെവലപ്സ് എനിവെയർ ഇൻ ദ കോളം സെക്ഷൻ. അപ്പോൾ ആക്സിലി ലോഡഡ് കോളത്തിൽ ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് മാത്രമേ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. അതായത് ഈ ആക്സിലി ആക്ട് ചെയ്യുന്ന ലോഡ് മുഖേന ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് മാത്രമേ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. ബെൻഡിങ് സ്ട്രെസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല. അതായത് കോളം ബെൻഡ് ചെയ്യുക അല്ലെങ്കിൽ കോളം ബക്കിളാവുന്നത് കൊണ്ട് അവിടെ വേറെ സ്ട്രെസ്സൊന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. ഓൺലി ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ്. അപ്പം ബെൻഡിങ്ങിന് കോളത്തിൻ്റെ കേസിൽ പറയുന്ന വേറൊരു പേര് ബക്ലിംഗ് എന്നാണ്. ഓക്കെ, BUCKLING. Eccentrically loaded columns. These are the columns in which the loads do not act on the longitudinal axis of the column. അപ്പോൾ ഈ ഒരു ടൈപ്പ് കോളത്തിൽ ലോഡ് എക്സാക്ട്ലി അറ്റ് ദ സെൻട്രോയിഡൽ ആക്സിസ് ആയിരിക്കണം എന്നില്ല ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ ആക്സിസിന് കറസ്പോണ്ട് ആയിരിക്കണം എന്നില്ല ആക്ട് ചെയ്യുന്നത്, കുറച്ച് മാറിയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സാക്ട്ലി അറ്റ് ദ സെൻട്രോയിഡ് ആക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിൽ ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് മാത്രമല്ല ബെൻഡിങ്ങും കൂടി വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് എക്സെൻട്രിക് ആയിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്, കറക്റ്റ് ആ സെൻട്രോയിഡൽ ആക്സിസിലല്ല, സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് കുറച്ച് മാറിയിട്ട്, ഓക്കെ, സെൻട്രോയിഡിൽ നിന്ന് കുറച്ച് മാറിയിട്ടായിരിക്കും ലോഡ് ആക്ട് ചെയ്യുക. അങ്ങനെ ആക്ട് ചെയ്യുമ്പം തന്നെ അവിടെ ബക്ലിംഗ് വരാൻ അല്ലെങ്കിൽ ബെൻഡിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് ബെൻഡിങ് സ്ട്രെസ്സും കൂടി ഡയറക്റ്റ് സ്ട്രെസ്സിൻ്റെ കൂടെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എക്സെൻട്രിക്കലി ലോഡഡ് കോളത്തിൽ. ദേ ആർ സബ്ജക്റ്റഡ് ടു ബോത്ത് ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ്. ഓക്കെ,
Eccentrically loaded columns may be subjected to uniaxial or biaxial bending depending upon the line of action of load with respect to the two axes of the column section. അപ്പോൾ എക്സെൻട്രിക്കലി ലോഡഡ് കോളം എന്ന് പറയുന്നത് അതിലേക്ക് യൂണിയാക്സിൽ ബെൻഡിങ്, ഒരു ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ബെൻഡിങ് വരാം, അതേപോലെ ബൈആക്സിൽ ബെൻഡിങ്, രണ്ട് ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ബെൻഡിങ് വരാം. എന്തിനെ ബേസ് ചെയ്തിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോഡിൻ്റെ ലൈൻ ഓഫ് ആക്ഷനെ ബേസ് ചെയ്തിട്ട്, ആ ലോഡ് ആക്ട് ചെയ്യുന്നത് ഏത് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കിയിട്ട്. ഓക്കെ, അതെങ്ങനെയാണ് നോക്കുക എന്ന് പറഞ്ഞാൽ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഇപ്പോൾ ഒരു കോളത്തിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ രണ്ട് ആക്സിസ് ഉണ്ട് അല്ലേ, എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സാക്ട്ലി അറ്റ് ദ സെൻട്രോയിഡ് അല്ല ആക്ട് എക്സാക്ട്ലി അറ്റ് ദ സെൻറ്റർ അല്ല, അല്ലെങ്കിൽ സെൻട്രോയിഡ് അല്ല ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ച് മാറിയിട്ടായിരിക്കും അല്ലേ. അത് ഏത് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് മാറിയിട്ടുള്ളത്, അതായത് ഇപ്പം എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണോ അത് സെൻട്രോയിഡിൽ നിന്ന് മാറിയിട്ടുള്ളത്, ഓക്കെ, ആ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് മാറിയിട്ടുള്ളത്, അല്ല എക്സ് ആക്സിസിനും വൈ ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ട് ആ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് മാറിയിട്ടുണ്ടോ, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ബൈ ആക്സിൽ ബെൻഡിങ്ങും യൂണിയാക്സിൽ ബെൻഡിങ്ങും വരുന്നത്. അതായത് ഇപ്പോൾ ഒരു ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ആ ലോഡ് ആക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് വന്നിട്ടുള്ളതെങ്കിൽ, ഓക്കെ, അതായത് അനദർ ആക്സിസ് 0 ആണ്, അതായത് ഇപ്പോൾ ഒരു ആക്സിസ് കറസ്പോണ്ടിങ് ആയിട്ട് മാത്രമാണ് ആ സെൻട്രോയിഡൽ ആക്സിസിന് ഡിസ്റ്റൻസ് വന്നിട്ടുള്ളതെങ്കിൽ ഒരു ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ബെൻഡിങ് ഉണ്ടാവുക. രണ്ട് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടും സെൻട്രോയിഡിൽ നിന്ന് മാറിയിട്ടും, അതുപോലെ വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് സെൻട്രോയിഡിൽ നിന്ന് മാറിയിട്ടുമാണ് ആ ഒരു പർട്ടിക്കുലർ ലോഡിൻ്റെ പൊസിഷൻ എങ്കിൽ അവിടെ രണ്ട് ഡയറക്ഷനിലും ബെൻഡിങ് വരാൻ ചാൻസ് ഉണ്ട്, ബൈ ആക്സിൽ ബെൻഡിങ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ അതിൻ്റെ ഫിഗർ കാണിക്കാം, അപ്പം കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവുമായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഫിഗർ. ആക്സിലി ലോഡഡ് കോളം എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡനലി ആ കോളത്തിൻ്റെ, അതായത് ഹൈറ്റ് വൈസ് ആ കോളത്തിൻ്റെ ഫിഗർ ഉണ്ട് താഴെ, അതിൻ്റെ മേലെയായിട്ട് അതിൻ്റെ ക്രോസ് സെക്ഷനും ഉണ്ട്. ഓക്കെ, അതായത് B/D എന്ന് പറയുന്ന ക്രോസ് സെക്ഷനും അവിടെ മേലെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അവിടെ അതിൻ്റെ ആക്സിസ് കാണാം അല്ലേ, അതായത് സെൻട്രോയിഡ് പോയിൻ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാം. അതായത് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണ് സെൻട്രോയിഡൽ ആക്സിസ് അല്ലെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ സെൻട്രോയിഡ് പോയിൻറ്റിന് കറക്റ്റ് ആ സെൻട്രോയിഡിലാണ് ഇപ്പോൾ ഫസ്റ്റ് ലോഡ് P എന്ന് പറഞ്ഞിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത് ആക്സിലി ലോഡഡ് കോളത്തിൽ. അപ്പം അങ്ങനെ ആക്ട് ചെയ്യുന്ന കോളത്തിൽ ബെൻഡിങ് ഉണ്ടാവില്ല, അതായത് ബക്ലിംഗ് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ബെൻഡിങ് സ്ട്രെസ്സും ഉണ്ടാവില്ല. ഈ കോളം ഫെയിൽ ആവുന്നത് പ്യുവർലി ബേസ്ഡ് ഓൺ ഡയറക്റ്റ് കംപ്രസീവ് ഫോഴ്സ് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ ബേസിസിലായിരിക്കും ഇത് ഫെയിൽ ആവുക. ഓക്കെ, അതായത് ബെൻഡിങ് വരില്ല. രണ്ടാമത് നിങ്ങൾക്ക് കാണാം, രണ്ടാമത്തെ മൂന്നാമത്തെ ഫിഗർ ബിയും സിയും ഫിഗർ എക്സെൻട്രിക്കലി ലോഡഡ് കോളമാണ്. ആദ്യത്തത് യൂണിയാക്സിൽ ബെൻഡിങ് വരുന്നതും രണ്ടാമത്തത് ബൈ ആക്സിൽ ബെൻഡിങ് വരുന്നതും. അപ്പം ആദ്യത്തെ യൂണിയാക്സിൽ വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, അതിൽ എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കുറച്ച് ഡിസ്റ്റൻസ് ആ സെൻട്രോയിഡിൽ നിന്ന് മാറിയിട്ടുള്ളത് അല്ലേ. അതായത് എക്സ് ആക്സിസിൽ നിന്ന് ഒരു A ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു A ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ആ ലോഡ് അവിടെ ആക്ട് ചെയ്തിട്ടുള്ളത്. വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഡിസ്റ്റൻസ് ഇല്ല അല്ലേ. അത് ആ സെൻട്രോയിഡൽ ആക്സിസിൻ്റെ ആ വൈ ആക്സിസിൻ്റെ ലൈൻ, അതായത് വൈ ആക്സിസിന് അവിടെ വാല്യൂ 0 ആണ്. ഓക്കെ, അതായത് ഇത് ലൈ ചെയ്തിരിക്കുന്നത് എക്സ് ആക്സിസിൽ തന്നെയാണ്. ഓക്കെ, അപ്പം രണ്ട് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടും ആ സെൻട്രോയിഡിൽ നിന്ന് അവിടെ ഡിസ്റ്റൻസ് ഇല്ല, എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് മാത്രമേ ഉള്ളൂ, അതായത് ഒരു ആക്സിസ്, അതായത് യൂണി ആക്സിൽ. അപ്പോൾ ഈ ലോഡ് ഈ സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിലോട് ചേർന്നിട്ട് ആക്ട് ചെയ്യുമ്പോൾ അവിടെ ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി, നല്ല ഫോഴ്സ്, നല്ല ഹെവി ആയിട്ടുള്ള ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ ഈ കോളം വളയല്ലോ, അതെ വളയില്ലേ, അതായത് ടുവേർഡ്സ് റൈറ്റ് സൈഡ് ഇങ്ങനെ കേവ് വരുന്ന രീതിയിൽ, ടുവേർഡ്സ് റൈറ്റ് സൈഡ് കേവ് വരുന്ന രീതിയിൽ ബെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി നോർമൽ കേസിൽ. ഓക്കെ, അപ്പം ഇത് ഒരു ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ബെൻഡ് ചെയ്യാൻ ചാൻസ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ഇതിന് യൂണിയാക്സിയൽ ബെൻഡിങ് എന്നാണ് പറയുക. എക്സെൻട്രിക്കലി ലോഡഡ് കോളം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ സെൻട്രോയിഡിൽ നിന്ന് ചേഞ്ച് വന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തത് ബൈ ആക്സിൽ ബെൻഡിങ്ങിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റ് കാണാം. അതായത് സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് ഒരു A ഡിസ്റ്റൻസ് മാറിയിട്ടാണ് P ആക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ B എന്ന് പറയുന്ന വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു B എന്ന് പറയുന്ന ഡിസ്റ്റൻസും ആ പോയിന്റിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അതായത് സെൻട്രോയിഡിൽ നിന്ന് എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് A എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസും അതുപോലെ വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് B എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസും മാറിയിട്ടാണ് ആ ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടും ഡിസ്റ്റൻസ് ഉണ്ട്, വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടും ഡിസ്റ്റൻസ് ഉണ്ട് സെൻട്രോയിഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലെ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അതായത് സെൻട്രോയിഡിൽ നിന്ന് ഇതുപോലെ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ട് മാറിയിട്ട് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ബെൻഡിങ് രണ്ട് ആക്സിസിലും വരാൻ ചാൻസ് ഉണ്ട്. ഫോർത്ത് വൺ,
ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ലെൻഡർനെസ് റേഷ്യോ. അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ എന്താണെന്നുള്ളത് അറിയണം. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് MOSൽ. ദ സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് എ കംപ്രഷൻ മെമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് എഫക്റ്റീവ് ലെങ്ത് ടു ദ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. ഓക്കെ, അതായത് എഫക്റ്റീവ് ലെങ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ കോളത്തിൻ്റെ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷനും തമ്മിലുള്ള റേഷ്യോ ആണ് ഓക്കെ അതിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു B/D ആണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ വരുന്നതെങ്കിൽ അതിൽ ചെറുത് B ആണെങ്കിൽ L എഫക്റ്റീവ് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് ഡിവൈഡഡ് ബൈ B എന്ന് പറയുന്ന റേഷ്യോ, അതിനാണ് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. ദ സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് എ കംപ്രഷൻ മെമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് എഫക്റ്റീവ് ലെങ്ത് ടു ദ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. ഓക്കെ, ദ കോളംസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 types ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്ലെൻഡർനെസ് റേഷ്യോ. അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോനെ ബേസ് ചെയ്തിട്ട് കോളത്തിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഷോർട്ട് കോളംസ്. ഓക്കെ, ദ കോളം is considered as short when the slenderness ratio of column, that is ratio of effective length to its least lateral dimension L effective by B is less than or equal to 12. അതായത് ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു 12 വരുവാണെങ്കിൽ, അതായത് സ്ലെൻഡർനെസ് റേഷ്യോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 വരുവാണെങ്കിൽ അതിന് ഷോർട്ട് കോളം എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ലോങ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് കോളം ഈസ് ഗ്രേറ്റർ ദാൻ 12. ഓക്കെ, ആ സ്ലെൻഡർനെസ് റേഷ്യോ L എഫക്റ്റീവ് ബൈ B റേഷ്യോ ഗ്രേറ്റർ ദാൻ 12 ആണ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് ലോങ് കോളം അല്ലെങ്കിൽ സ്ലെൻഡർ കോളം എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഷോർട്ട് കോളം എന്ന് പറയുമ്പം അവിടെ ഡയമെൻഷൻ, അതായത് അതിൻ്റെ ലെങ്ത്തും എഫക്റ്റീവ് ലെങ്ത്തും ആൻഡ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലോങ് കോളത്തിനെ വെച്ച് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് കുറവാണ് അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ബക്ലിംഗ് വരാനുള്ള ചാൻസ്, ഓക്കെ, അവിടെ ബക്ലിംഗ് അല്ലെങ്കിൽ ബെൻഡിങ് വരാനുള്ള സാധ്യത കുറവാണ് ഷോർട്ട് കോളത്തിൽ. ഇതിൽ ഡോമിനൻ്റ് കംപ്രസീവ് സ്ട്രെസ് തന്നെയായിരിക്കും ഷോർട്ട് കോളത്തിൽ ഡോമിനൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, എന്നാൽ ലോങ് കോളത്തിൽ നീളം കൂടുമ്പം ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുക ചെയ്യുന്നത്. ഓക്കെ, അതായത് L എഫക്റ്റീവ് ബൈ B എന്ന് പറയുന്ന റേഷ്യോ ഗ്രേറ്റർ ദാൻ 12 വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ ഡയമെൻഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലെങ്ത്ത് വളരെ കൂടുതലാണെന്നല്ലേ. ഓക്കെ, അപ്പം ബെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ബക്കിൾ ചെയ്യാനുള്ള സാധ്യത കൂടുതൽ അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെസ് കൂടുതൽ വരാൻ ചാൻസ് ഷോർട്ട് കോളത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലോങ് കോളത്തിനാണ്. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ സ്ലെൻഡർനെസ് റേഷ്യോനെ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ 2 ടൈപ്പാണ്, ഷോർട്ട് കോളം, ലോങ് കോളം. L എഫക്റ്റീവ് ബൈ B, അതായത് സ്ലെൻഡർനെസ് റേഷ്യോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 വരികയാണെങ്കിൽ അത് ഷോർട്ട് കോളം. L എഫക്റ്റീവ് ബൈ B സ്ലെൻഡർനെസ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 12 വരികയാണെങ്കിൽ അതിന് ലോങ് കോളം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ആ കോളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ലാറ്ററൽ ടൈസ്. ഓക്കെ, ഞാൻ പറഞ്ഞു ബീമിൽ നമ്മൾ സ്റ്റിറപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കോളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് ലാറ്ററൽ ടൈസ് അല്ലെങ്കിൽ ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്നാണ് പറയാം. അപ്പോൾ ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കോളത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് അക്കോർഡിംഗ് ടു ദ മാനർ ഇൻ വിച്ച് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ ഈസ് ലാറ്ററലി സപ്പോർട്ടഡ് ഓർ ടൈറ്റ്. ഓക്കെ, ആ ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിട്ട് കോളത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ, കോളം വിത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ ആൻഡ് ലാറ്ററൽ ടൈസ്. In this type of arrangement, the longitudinal bars are tied laterally at suitable intervals with the help of ties. അപ്പം ഈ ലാറ്ററൽ ടൈസ് എന്ന് പറയുമ്പം ഓക്കെ, ആ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീലിനെ നമ്മൾ ബീമിൽ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കോളത്തിൻ്റെ മെയിൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്, അതായത് വെർട്ടിക്കലി പ്ലേസ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻ്റ് ആണ്, മെയിൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ അതിനെ ചുറ്റി ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനാണ് ലാറ്ററൽ ടൈസ് അല്ലെങ്കിൽ ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ലാറ്ററൽ ടൈസ് ഉള്ളതിനെ നമുക്ക് കോളം വിത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ ആൻഡ് ലാറ്ററൽ ടൈസ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. രണ്ടാമത്തത്, കോളം വിത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ ആൻഡ് സ്പൈറൽ ടൈസ് വരുന്ന കേസ്. ഇൻ ദിസ് ടൈപ്പ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് ആർ ടൈഡ് കണ്ടിന്യൂസ്ലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പൈറൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അതായത് സ്പൈറലി, ഇപ്പോൾ ഒരു സ്പ്രിങ് പോലെ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് വെച്ചിട്ട് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിനെ ചുറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കേസ്. ഓക്കെ, അങ്ങനെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കോളം വിത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ ആൻഡ് സ്പൈറൽ ടൈസ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ടൈ ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു നമ്മൾ നോർമലി ഉള്ള ലാറ്ററൽ ടൈസ് പോലെ ഒരു ടൈ ചെയ്തതിന് ശേഷം ഒരു സ്പേസിങ് അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൽ വിട്ടിട്ടല്ല അടുത്ത് ചെയ്യുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിനെ കവർ ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊരു പിച്ച് ഉണ്ടാവും.
ഓക്കെ, നിങ്ങൾ സ്പ്രിങ്ങിൻ്റെ കേസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രിങ്ങിൽ ഒരു പിച്ച് ഉണ്ട്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പിച്ചിലായിരിക്കും ഇത് റൗണ്ട് ചെയ്ത് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ ഞാൻ കാണിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് ക്ലിയർ ആവും. ദ കോളംസ് വിത്ത് ഹെലിക്കൽ ഓർ സ്പൈറൽ റീഇൻഫോഴ്സ്മെൻറ്റ് ആർ ബെറ്റർ ഇൻ പ്രൊവൈഡിങ് ലാറ്ററൽ സപ്പോർട്ട് ടു ബാസ് ആസ് കമ്പയർഡ് ടു ലാറ്ററൽ ടൈസ് ഓർ ലിങ്ക്സ്. അപ്പോൾ ലാറ്ററൽ ടൈസ് അല്ലെങ്കിൽ ലാറ്ററൽ ലിങ്ക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ സ്പൈറൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ സ്പൈറൽ ടൈസ് അല്ലെങ്കിൽ ഹെലിക്കൽ ടൈസ്. ഓക്കെ, ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് എന്നും പറയും സ്പൈറൽ റീഇൻഫോഴ്സ്മെൻറ്റിനെ, അതായത് നമ്മൾ ടൈസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന്. അപ്പോൾ ഹെലിക്കലോ അല്ലെങ്കിൽ സ്പൈറലോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ ബക്ലിംഗ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ കോളത്തിൽ ഡക്റ്റിലിറ്റിയും വരും. ഓക്കെ, ബക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് നോർമൽ ടൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. ഓക്കെ, ലാറ്ററൽ ടൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. ഇപ്പോൾ സ്പൈറൽ ടൈസ് ആണ് അല്ലെങ്കിൽ ഹെലിക്കൽ ടൈസ് ആണ് അല്ലെങ്കിൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ, അതേപോലെ കോളത്തിൻ്റെ ഡക്റ്റിലിറ്റിയും ഇമ്പ്രൂവ് ആവും. ഓക്കെ, സ്പൈറൽ ടൈസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നോർമൽ ടൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടി ബക്ലിംഗ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഡക്റ്റിലിറ്റിയും കോളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത് സ്പൈറൽ ടൈസ് വരുന്ന കേസാണ്. ഓക്കെ, അപ്പോൾ ഈ ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് അതിനെ ലാറ്ററൽ ടൈസ്, ഓക്കെ, അതായത് കോളം വിത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ ആൻഡ് ലാറ്ററൽ ടൈസ്, അതായത് ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിൽ നമ്മൾ ബീമിൽ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിൽ ആ സ്റ്റിറപ്പ് പോലെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് കോളം വിത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ ആൻഡ് ലാറ്ററൽ ടൈസ് എന്ന് പറയുന്നത്. എന്നാൽ സ്പൈറൽ ടൈസ് എന്ന് പറയുന്നത് അതിനെ ചുറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു സ്പേസിങ്ങിലല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീലിനെ കവർ ചെയ്തിട്ട് അതിനെ ചുറ്റി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതിന് ഹെലിക്കൽ ടൈസ് അല്ലെങ്കിൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ സ്പൈറൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പറയും. ഓക്കെ, അപ്പം കുറച്ചും കൂടി ബക്ലിംഗ് റെസിസ്റ്റൻസും ഡക്റ്റിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ ആൻഡ് സ്പൈറൽ ടൈസ് വരുന്ന കേസിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫിഗർ നമുക്ക് നോക്കാം. ഇതാണ് കോളം വിത്ത് ലാറ്ററൽ ടൈസ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മെയിൻ ബാസ് ആണ് അവിടെ റൗണ്ടിൽ കാണുന്നത്, അതിനെ ചുറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്റ്റിറപ്പ് പോലെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ലാറ്ററൽ ടൈസ്. അപ്പം കോളത്തിൽ ലാറ്ററൽ ടൈസ് അല്ലെങ്കിൽ ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്നാണ് പറയുക, സ്റ്റിറപ്സ് എന്നല്ല. ബീമിലാണ് നമ്മൾ സ്റ്റിറപ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഇവിടെ ഇതിൻ്റെ സെക്ഷണൽ എലിവേഷനും നിങ്ങൾക്ക് കാണാം. അപ്പോൾ മെയിൻ ബാസ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ പോയിരിക്കുന്ന കാണാം, അതിനെ ചുറ്റി ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അവിടെ കാണാം ഫിഗറിൽ. അതേപോലെ കോളം വിത്ത് ഹെലിക്കൽ അല്ലെങ്കിൽ സ്പൈറൽ ടൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സർക്കുലർ കോളമാണ്. സർക്കുലർ കോളത്തിൽ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിനെ ചുറ്റി സ്പൈറൽ ടൈസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ലാറ്ററൽ ടൈസ് ആണോ സ്പൈറൽ ടൈസ് ആണോ എന്നുള്ളത് നമുക്ക് അതിൻ്റെ സെക്ഷണൽ പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, റൗണ്ടായിട്ടാണെങ്കിൽ ആ റൗണ്ടായിട്ടുള്ളത് ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിലും പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, എന്നാൽ അത് ക്ലിയർ ആവണമെങ്കിൽ സെക്ഷൻ എലിവേഷൻ നോക്കിയാൽ മതി. സെക്ഷണൽ എലിവേഷനിൽ നേരത്തെ കോളം വിത്ത് ലാറ്ററൽ ടൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിലാണ് അവിടെ ലാറ്ററൽ ടൈസ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോയിരിക്കുക, ഒരു സ്പ്രിങ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ. അപ്പം ഇവിടെ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് വന്നിരിക്കുന്ന കാണാം. അതിൻ്റെ പുറകു വശത്ത് പോകുന്നതാണ് ഡോട്ടർ ലൈനിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ആ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീലിനെ ചുറ്റി പുറകിൽ പോകുന്ന പോർഷനിൽ ഡോട്ടഡ് ഇട്ട് കാണിച്ചിട്ടുണ്ട്, ഫ്രണ്ടിൽ വരുന്ന ഡാർക്ക് ലൈനിലും കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ ചുറ്റി സ്പ്രിങ് പോലെ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻ്റ് ആണ് സ്പൈറൽ ടൈസ് അല്ലെങ്കിൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ കോളത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. നമ്മളിപ്പം പഠിച്ച കോളത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. 5 രീതിയിൽ കോളത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.